ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് കിടിലം പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വേദ ഇപ്പോൾ വിഷത്തോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. വേദ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് വിഷം ശ്രീജയുടെ അടുത്ത് ചെന്ന് ശ്രീജയോട് സോറി പറയുന്നുണ്ട്. ശേഷം കെട്ടിപ്പിടിച്ച് കരയായിട്ട് അവരുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതിൽ വേദ അച്ഛനെ കാണാൻ ചെന്നിരിക്കുകയാണ്. ഇനി ശങ്കരനാരായണൻ വിളിച്ചിട്ടാണോന്നറിയില്ല, പുറത്ത് വെച്ചാണ് അവർ കാണുന്നത്. വേദ ഇങ്ങനെ ഓട്ടോന്ന് ഇറങ്ങി വരുമ്പോൾ ശങ്കരൻ നോക്കി ചിരിക്കണേ. വേദയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ അച്ഛനും മകളും തമ്മിലുള്ള ഒരടുപ്പ് അവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ശേഷം വേദ മനസ്സിൽ കരുതുന്നുണ്ട്, വിക്രം മലയ്ക്ക് പോയി വരുന്നതിന് മുമ്പേ ആ വീടൊന്ന് പുതുക്കി പണിയേണ്ടതുണ്ടെന്ന്. ആ വീട്ടിലെ പ്രശ്നങ്ങളാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ വേദ എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായി പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് വിക്രത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ടാട്ടോ. വിക്രം അതിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാനാണ് വേദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് വിനായകനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേദയുടെ ചോദ്യമൊക്കെ കേട്ടിട്ടാണോന്നറിയില്ല, വിനായകൻ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. വേദ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിനായകന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേദ വിക്രമിനോടൊപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് അവരിങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഗുണ്ടകള്, അതായത് അഭിലാഷിന്റെ ഗുണ്ടകൾ വന്നിട്ട് വിക്രമിനെ ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. മാല ഇട്ടതുകൊണ്ട് വിക്രമിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വേദ വിക്രമിനോട് രാത്രി പറയും, ചിലതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, വിക്രം സ്വാമി കട്ടിക്ക് കൂടെ നിന്നാ മതി, കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ ചിരിക്കും. അങ്ങനെ അത് പറഞ്ഞ് വേദ പോകുമ്പോ വിക്രം കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ ചിരിച്ചു നിൽക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രം മലയ്ക്ക് പോകാനായിട്ടുണ്ട്. അങ്ങനെ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കണമെന്ന് വേദ സ്വയം തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീജയെ കൂട്ടിയിട്ട് ബാങ്കിൽ പോകുന്നുണ്ട്. എന്തോ ലോൺ എടുക്കാനായിട്ടാണ്. അന്ന് പറഞ്ഞ ആ ഒരു സംരംഭം തുടങ്ങാറായിട്ടാണ് തോന്നുന്നു. അതിലായിട്ട് അവർ കുറച്ച് ഫണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവര് ഇങ്ങനെ അച്ചാറ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന സംരംഭം ആരംഭിക്കാൻ പോവാണ്. വിഷവും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സ്നേഹത്തോടെ നിൽക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിനായകന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ആരുടെയോ കയ്യിൽ നിന്ന് അടി കിട്ടുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിനായകനും വേദയും വീണ്ടും സംസാരിക്കുന്നുണ്ട്. വേദയുടെ വാക്കുകളെ വിനായകനെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ വീട്ടിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും മാഷ മുഖത്തും എല്ലാവരുടെ മുഖത്തും നല്ല സന്തോഷമുള്ളത്. വിക്രത്തിന്റെ മേൽ എല്ലാവരും ആരോപണം ഉന്നയിക്കുമ്പോൾ മറഞ്ഞു നിന്ന് രസിക്കുന്ന യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരിക വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേദപ്പോ വിക്രമിനെതിരായിട്ടുള്ള, അതായത് വിക്രമിനെ പെടുത്തിയ ആ കേസിന് പിന്നാലെയാണ്. അതിനായിട്ട് ഇപ്പോൾ ദർശനും അതുപോലെ പണ്ട് ആ കേസ് അന്വേഷിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് വേദ വിനായകനെ കൂട്ടിച്ചെല്ലാണ്. അങ്ങനെ അവിടെ വെച്ച് അയാളുടെ കയ്യിൽ നിന്ന് വിനായകന് നല്ല തല്ല് കിട്ടുന്നുണ്ട് കേട്ടോ, ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന്. പിന്നീട് വിനായകൻ സത്യങ്ങളെല്ലാം വേദയോട് തുറന്നു പറയണമെന്ന് തോന്നുന്നു. സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നന്ദിനിയുടെ മുന്നിലേക്ക് വേദയ ഒരു എൻട്രി ചെയ്യുന്നുണ്ട്. അതൊരു അടിപൊളി എൻട്രിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തേതായിട്ട് ചെയ്യാൻ പോകുന്നത് വിക്രത്തിനെയും ശ്രീനിസാറേയും തമ്മിൽ അകറ്റുക. അങ്ങനെ അന്നത്തെ ആ കേസ് ഒരു രജിസ്റ്റേർഡ് കേസായിട്ട് അയക്കണമെന്ന് ശ്രീധരൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേദ അത് അയക്കാണ്. അങ്ങനെ അത് ശ്രീനിസാറിന്റെ കയ്യിലെത്തും. വേദയാണ് അയച്ചതെന്ന് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാ. അങ്ങനെ എല്ലാവരും അടുക്കി പണിത് നിൽക്കുന്നൊക്കെയാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്